മാത്രമല്ല ചേട്ടന്, നാത്തൂന്, പിന്നെ പ്രണവുണ്ട്, അക്ഷിതുണ്ട്, മഹതിയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇത്രയും പേരും കൂടെയാണ് ഇന്ന് പോകാമെന്ന് വെച്ചത്. തേക്കടി പുഷ്പമേളയ്ക്ക് അവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട് കാണാനുണ്ട്. അപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്തപ്പോൾ വണ്ടിയെ കയറി. അക്ഷിത് പുറകെ വേണമെന്ന് ഭയങ്കര വഴക്കായിരുന്നു. പിന്നെ ഞാൻ ഏകദേശം അവൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇരുത്തി. പിന്നെ പ്രണവും ഞാനും മഹതിയും പുറകെ ഇരുന്നു. അന്നേരം ഞങ്ങൾ വയ്യ പിന്നെ നീങ്ങി. ഇളയ കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോയില്ല. പിന്നെ അവൾ വഴക്ക് കാരണം പിന്നെ അവളെ കൊണ്ടുപോകാൻ പറ്റിയില്ല. അവളെ പിന്നെ മമ്മിയെ ഏൽപ്പിച്ചു. അപ്പോൾ ഞങ്ങൾ പിന്നെ തേക്കടി എത്തി. തേക്കടി ഈ കാണുന്നതൊക്കെയാണ് തേക്കടി കവലയെന്ന് പറയും. പിന്നെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പോൾ പിന്നെ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കയറാമെന്ന് വെച്ചു. അല്ലെങ്കിൽ പിന്നെ പിള്ളേരും കൊണ്ടൊക്കെ പോകുമ്പോൾ ഭയങ്കര തിരക്കാണ്. ഇന്ന് പ്രത്യേകിച്ച് ഈസ്റ്ററൊക്കെ കഴിഞ്ഞുകൊണ്ട് ഭയങ്കര തിരക്കാണ്. ഇവിടെയാണെങ്കിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുക. ഇതാണ് ഞങ്ങൾ പിന്നെ പയ്യെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു ഇറങ്ങി. അപ്പോൾ അക്ഷിത് വണ്ടിക്കകത്ത് ഷൂ ഒക്കെ ഇട്ടുണ്ട്. അവൻ്റെ ഷൂ ഒക്കെ പിന്നെ റെഡിയാക്കി. കൊള്ളാമല്ലേ, നല്ല തിരക്ക്. ഇതാണ് തേക്കടി. ഇവിടെയാണ് പുഷ്പമേള നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പയ്യെ ടിക്കറ്റൊക്കെ എടുത്തു. അപ്പോൾ അകത്തോട്ട് കയറി. ഈ കാണുന്നതാണ് പുഷ്പമേള. എന്ത് രസമല്ലേ കാണാനായിട്ട്. ഒരുപാട് വെറൈറ്റി സംഭവമുണ്ട്. ഇത് ഞാൻ ഒറ്റയടിക്ക് വീഡിയോ എടുത്തില്ല. ഇതിൻ്റെ ഞാൻ പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് എടുത്തുള്ളൂ. ഇത് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഫുള്ളും ഫ്ലവേഴ്സ് മാത്രമേ ഉള്ളൂ, പൂക്കൾ മാത്രമേ ഉള്ളൂ. പൂക്കൾ മാത്രമല്ല, ധാരാളം വേറെ കുറേ ഐറ്റംസ് ഉണ്ട്. പക്ഷേ അതിൻ്റെ വീഡിയോസ് എനിക്ക് ഫുള്ളായിട്ട് എനിക്കിടാൻ ഇന്ന് പറ്റത്തില്ല. ഞാൻ ഇതിൻ്റെ ഓരോ സ്റ്റെപ്പായിട്ട് നിങ്ങളെ ഇട്ട് തരാം. ഇതാണെങ്കിൽ ഓർക്കിഡുണ്ട്, ഒരുപാട് ചെടി. എനിക്കറിയത്തില്ല, നല്ല ഭംഗിയാണ് കാണാൻ. ഈ പ്രാവശ്യം പോയി കണ്ടിരിക്കണ്ടേ, അത്രയും നല്ല ഭംഗിയുള്ള സംഭവങ്ങളായിരുന്നു ഫുള്ളും കാണാനുണ്ട്. ഇതൊക്കെ വെള്ള ആന്തോറിയം, ഓർക്കിഡ് എല്ലാം ഉണ്ട്. എല്ലാ ടൈപ്പ് ചെടികളുണ്ട് കേട്ടോ. ഇത് ഇടയ്ക്കൊക്കെ പോയി കാണേണ്ടതാണ്. അതുമാത്രമല്ല, ധാരാളം സീഡ്സ്, പിന്നെ ഫിഷ്, അങ്ങനത്തെ ഒത്തിരി സംഭവങ്ങളുണ്ട്. പിന്നെ ചെടികൾ എന്ന് പറഞ്ഞാൽ പല വെറൈറ്റി ചെടികളാണ്. നമ്മളൊക്കെ കാണാത്ത ടൈപ്പ് ചെടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ഇതൊക്കെ വിൽക്കുകയും ചെയ്യും അവർ സീസൺ കഴിയാറൊക്കെ ആകുമ്പോഴത്തേക്ക്. നമുക്കിതിൻ്റെ വിത്തൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇവിടെയൊക്കെ ഏകദേശം ഇങ്ങനത്തെ ചെടികളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. പിന്നെ ഓർത്തു ഇടയ്ക്ക് ഒന്നുകൂടെ ഒന്ന് പോയി. ഇത് പിള്ളേരെ കൊണ്ടൊക്കെ പോകുമ്പോൾ ഭയങ്കര പാടാണ് ഇതെല്ലാം ഇറങ്ങി നോക്കി ഇടയ്ക്ക് മേടിക്കാനൊക്കെ. അപ്പം ഇടയ്ക്ക് കൂടെ ഒന്നുകൂടെ പോയി മേടിക്കണമെന്നുണ്ട് ആഗ്രഹം. ബീച്ച് കാണുന്ന ചെടികളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ നടക്കുക. അതുമാത്രമല്ല, ഇവിടെ ഇതിനകത്താണെങ്കിൽ ധാരാളം വെറൈറ്റി ടൈപ്പ് ചെടികളൊക്കെ ഉണ്ട്. ഓർക്കിഡൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇതുണ്ട്. ഈ കാണുന്ന ഓർക്കിഡൊക്കെ എന്ത് രസമാണ് കാണാൻ, അറിയോ? നേരിട്ട് കാണാം. ഇതുപോലെയല്ല, നേരിട്ട് കാണാൻ ഭയങ്കര രസമാണ് കാണാൻ. പിള്ളേരൊക്കെ അതിലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതുകൊണ്ട് ചെറുതൊക്കെ ചിലപ്പോൾ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ പല സൈസ്. പിന്നെ ചക്കയുണ്ട്, ബഡിൻ്റെ ചക്ക ഒന്നിങ്ങനെ കാശ് തൂങ്ങിക്കിടപ്പുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ പുറകെ കാണിക്കാം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇതിൻ്റെ ബാക്കി വീഡിയോസൊക്കെ പുറകെ ഞാൻ ഇടാം. ചെടികൾ മാത്രമല്ല കേട്ടോ, ഒരുപാട് ഇങ്ങനെ നമുക്ക് ഒത്തിരി സംഭവങ്ങൾ വേറെയുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ബാക്കി കാണാൻ എല്ലാവരും തയ്യാറാകണം. ഞങ്ങളൊക്കെ നിങ്ങളിങ്ങനെ എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ താങ്ക് യു എല്ലാവർക്കും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.